പറഞ്ഞോളൂ. ഇല്ല. പ്രൊഫസർ സാർക്ക് വേണ്ടിയെന്നാ പറഞ്ഞേ? പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഒന്നുകൂടെ കേൾക്കാനുള്ള കൊതിയുണ്ട. പറഞ്ഞോളൂ സിസ്റ്റർ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഈ സുവിശേഷം, ലൂക്കോസ് സുവിശേഷം എഴുതിയത് ഗ്രീക്കുകാർക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതുന്നത്. ആർക്ക് വേണ്ടിയെന്നറിയാമോ? ഗ്രീക്കുകാർക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് എവിടെ വെച്ച് എഴുതിയെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ചിന്തിച്ചു. ഞാൻ പെട്ടെന്ന് 2 വാക്ക് പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. അടുത്തൊരു വാക്ക് ഞാൻ പറഞ്ഞു. ഹന്ന എന്ന പ്രവാചകി എത്ര വർഷമായി വിധവയായിരുന്നു? പറഞ്ഞോളൂ. 70 വർഷം. 70. 84 വർഷം. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. 84 വർഷം. ശ്രദ്ധിച്ചോളണം. 70 ഏകദേശം അടുത്ത് വന്നു മാത്യൂസ് ബ്രദറെ. 84 വർഷം ഹന്ന എന്ന പ്രവാചികയായ മാതാവ് വിധവയായിരുന്നു. അപ്പം നിങ്ങൾ ബൈബിൾ വായിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എത്ര വർഷമാണ് താൻ തൻ്റെ ഭർത്താവിനോട് കൂടെ ആയിരുന്നത്? 7 വർഷം. വെറും 7 വർഷം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം നിങ്ങൾ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആമേൻ, സ്തോത്രം, ആമേൻ. ഒന്ന്, ഈ പുസ്തകത്തെ നമുക്കൊന്ന് ഇതിൻ്റെ പ്രത്യേകതകൾ. ഒന്ന്, ജനനത്തിന് മുൻപ് മുതൽ സ്വർഗാരോഹണം വരെ. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കില്ല. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. ഇപ്പോഴോ കേൾക്കാമോ? കേൾക്കാം അല്ലേ? കേൾക്കാം, എനിക്ക് കേൾക്കാം. ഓക്കെ. അവിടെ മൈക്കില്ലാന്ന് പറയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോഴോ? ഓക്കെയാണോ? ഒന്ന്, ജനനത്തിന് മുൻപ് മുതൽ സ്വർഗാരോഹണം വരെ. ജനനത്തിന് മുൻപ് സ്വർഗാരോഹണം വരെ യേശുവിൻ്റെ ജീവചരിത്രത്തിൻ്റെ വിവരണം. ഈ പുസ്തകത്തിലാണ്, അതായത് ഈ ലൂക്കോസ് സുവിശേഷത്തിൽ മാത്രമാണ് ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്. സ്തോത്രം. ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. 2, ഗ്രീക്ക് ഭാഷയുടെ ഉത്ഭവം. 3, യഹൂദന്മാർക്കും ജാതികൾക്കും ഒരുപോലെ രക്ഷ എന്ന നിലവിലുള്ള യേശുവിൻ്റെ വരവിൻ്റെ സംഭവം. 4,
സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ദരിദ്രർ എന്നിങ്ങനെ യേശുവിൻ്റെ പരിഗണനയ്ക്ക് ഊന്നൽ നൽകുന്നു. അഞ്ച്, യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതവും പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠിപ്പിയലിനും നൽകിയിരിക്കുന്നു. 6, യേശുവിൻ്റെയും അവൻ്റെ സാദൃശ്യത്തെയും അംഗീകരിക്കുന്നവരെ സന്തോഷത്തോടു കൂടിയ പ്രതികരണത്താൽ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. 7, യേശുവിൻ്റെയും അവൻ്റെ ജനനത്തെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വവും ഉറപ്പിക്കുന്നു. കേൾക്കാമോ? ഓക്കെ. ചില വാക്യങ്ങൾ. 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. ഒന്നിൻ്റെ 15, 41, 67, 2-ന്റെ 25, 27, 4-ന്റെ 1, 14-ന്റെ 18, 10-ന്റെ 21, 12-ന്റെ 12, 24-ന്റെ 49. ലൂക്കോസ് സുവിശേഷത്തിൻ്റെ ഹെഡിങ്, ലൂക്കോസ് സുവിശേഷത്തിൻ്റെ വിഷയ വിഭജനം. 1, സുവിശേഷത്തിൻ്റെ ആമുഖം. 1-ന്റെ 1 മുതൽ 4 വരെ. 2, രക്ഷകന്റെ ആഗമനം. 1-ന്റെ 5 മുതൽ 2-ന്റെ 52 വരെ. 3, യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള
യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം 1:5, 25. നാല്, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം 1:26, 56. 5, യോഹന്നാൻ സ്നാപകന്റെ ജനനം 1:57. 57, 1:80. യേശുവിൻ്റെ ജനനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം 3:1 മുതൽ 20 വരെ. 3:1 മുതൽ 20 വരെ. ബി, യേശുവിൻ്റെ സ്നാനം. ബി, യേശുവിൻ്റെ സ്നാനം 3:21 22. സി, യേശുവിൻ്റെ വംശാവലി. യേശുവിൻ്റെ വംശാവലി 3:23 38. ഡി, യേശുവിൻ്റെ പരീക്ഷ 4:1 മുതൽ 13 വരെ. ഈ ഗലീലായിലെ ശുശ്രൂഷ 4:14 9:50. അടുത്ത എ, യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭവും. നസ്രയത്തിലെ 4-ാം അധ്യായം 14 മുതൽ 30 വരെ. ബി, കപർന്നഹൂമിൽ യേശു ദൈവിക അധികാരം വെളിപ്പെടുത്തി. കപർന്നഹൂമിൽ യേശു ദൈവിക അധികാരം വെളിപ്പെടുത്തുന്നു. 4-ാമത്തെ അധ്യായത്തിൻ്റെ 31 മുതൽ 40 വരെയുള്ള വാക്യം. സി, അതിശയകരമായ മീൻപിടുത്തം. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേവദാസന്മാർ പ്രസംഗിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. ഡി, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു. 5:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആർക്കെങ്കിലും കേൾക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ അഡ്മോട്ട് ചെയ്ത് പറയുക. ഈ യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നു. യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നു. 5:17 മുതൽ 26 വരെ. എഫ്, പാപികളുടെ രക്ഷകൻ.
പാപികളുടെ രക്ഷകൻ. 5:27 മുതൽ 32 വരെ. അടുത്ത എ, പത്രോസിന്റെ ഏറ്റുപറച്ചിലും യേശുവിൻ്റെ പ്രതികരണവും. പത്രോസിന്റെ ഏറ്റുപറച്ചിലും യേശുവിൻ്റെ പ്രതികരണവും. 9-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 27-ാമത്തെ വാക്യം വരെ. 9-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 27-ാമത്തെ വാക്യം വരെ. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? അവൻ തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരുടെ ആരാത്മോട്ട് ചെയ്തേ? ആരെങ്കിലും അഡ്മോട്ട് ചെയ്തോ? ആന്റി പറയണം. ഒന്നുകൂടി പറയാമോ? യെസ്. പത്രോസിന്റെ ഏറ്റുപറച്ചിലും യേശുവിൻ്റെ പ്രതികരണവും. പത്രോസിന്റെ ഏറ്റുപറച്ചിലും യേശുവിൻ്റെ പ്രതികരണവും. 9-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 27-ാമത്തെ വാക്യം വരെ. അവൻ തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആർ എന്ന് പറയുന്നു ചോദിച്ചു. നോക്കിക്കേ, അതിൻ്റെ 19-27 വരെ വായിക്കുമ്പോൾ നമുക്ക് ആ വാക്യത്തിൻ്റെ ആമേൻ അർത്ഥം നമുക്കറിയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു, പലരും യേശുവിനെ പല രീതിയിൽ ചിത്രീകരിച്ചു. ആമേൻ. പലരും പല രീതിയിൽ പറഞ്ഞു. ചിലരെന്താ പറഞ്ഞ, യോഹന്നാൻ സ്നാപകനെന്നും, ചിലർ ഏലിയാവെന്നും, മറ്റു ചിലർ ആമേൻ പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. നോക്കിക്കേ, പലരും പല രീതിയിലാണ് പറഞ്ഞത്. എന്നാൽ അതിന് 20-ാമത്തെ വാക്യം നമുക്കറിയാം. 20, 21, 22, 23, 24, 25, 26, 27. 27-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും 24-ാമത്തെ വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ആമേൻ. ആമേൻ പത്രോസ് പറഞ്ഞെന്നറിയാമോ? നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മെക്കുറിച്ച് നമ്മൾ എത്രത്തോളം നമ്മൾ ഉയർത്തി പറയുമോ അത്രത്തോളം നല്ലതാ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മെപ്പറ്റി രാവിലെ എണീറ്റ് പറയും, അയ്യോ എനിക്ക് വയ്യ, എനിക്ക് ക്ഷീണമാണ്, എനിക്ക് വയ്യ, എനിക്ക് പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ പറ്റില്ല, ആ ദിവസം പോയി. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസം എണീറ്റ് നിന്നിട്ട് വിശ്വാസത്തോടെ പറയണം, എനിക്ക് ചിലത് ചെയ്യാൻ കഴിയും, എന്നെ കൊണ്ടേ കഴിയത്തുള്ളൂ എന്ന് നാം പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം അനുഗ്രഹമായിരിക്കും. വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. അതിൽ 22-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? എടുത്തവർ. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട്, സത്യമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 20-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. നോക്കിക്കേ, നിങ്ങൾ എന്നെ ആരെന്ന് ചോദിച്ചതിന് അവിടെ ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഇവിടെ ആർക്കും ഉയർത്തി കാണിക്കാൻ കഴിയുന്നില്ല, ദൈവത്തെ പോലും ആർക്കും അറിയാൻ കഴിയുന്നില്ല, ദൈവം ആരെന്ന് പോലും അറിയാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പത്രോസ് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അടുത്ത് 20-ാം വാക്യം പറയുന്നു, ഇത് ആരോട് എന്ത് ചെയ്യരുത്, പറയരുത് എന്ന് അവൻ അവരോട്
ആമേൻ അമർച്ചയായിട്ടും കൽപ്പിച്ചു. ആരോടും പറയരുത്. നോക്കിക്കേ, ഒരു ഭാഗത്ത് പറയുന്നു ഇത് ആരും വെളിപ്പെടുത്തി തന്നതല്ല, ഇത് ജഡരത്നങ്ങളല്ല, പിന്നെ ആരാ? കർത്താവ് തന്നെ പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. ആമേൻ. ഇത് വെളിപ്പെട്ട് വരണമെങ്കിൽ മുഴങ്കാലിലിരിക്കണം. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥനാവീരനായ ഒരു മനുഷ്യനാണ് പത്രോസ്. പ്രാർത്ഥനാവീരൻ. ആരൊക്കെയാ പ്രാർത്ഥനാവീരന്മാരെന്നറിയാം? വേദപുസ്തകത്തിനകത്ത് യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ ആരൊക്കെയെന്നറിയാമോ? ഒന്ന് പത്രോസ്, രണ്ടാരാ? യാക്കോബ്, പിന്നെ ആരാ? യോഹന്നാൻ, അല്ലേ? ഇവർ 3 പേരാരാണ്? പ്രാർത്ഥനാവീരന്മാരാണ്, അല്ലേ? ഇവർ 3 പേരും എന്താണ്? പ്രാർത്ഥനാവീരന്മാർ. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് പത്രോസിനെയാണ് കാണുന്നത്. പത്രോസ് നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴൽ തട്ടാൻ വേണ്ടി രോഗികളെ കൊണ്ട് കിടത്താറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും കൂടുതൽ അത്ഭുതം ചെയ്തത് പത്രോസാണ്. ശ്രദ്ധിക്കൂ, സുന്ദരമന്ദിരം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പത്രോസാണ് കൈ കൊടുക്കുന്നത്. പൊന്നോ വെള്ളിയോ ഞങ്ങളുടെ പക്കലില്ല, എണീക്ക് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി പറയാനുള്ള ഒരു ആത്മ പവർ നമ്മൾ പ്രാപിച്ചെടുക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പറയാൻ ഉള്ളൊരു ആത്മീക പവർ ദൈവപൈതൽ നമ്മുടെ ആരുടെ നാമത്തിലാണ് പറയുന്നത്? യേശുവിൻ്റെ നാമത്തിലാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്തിരിക്കുന്നവർ കൽപ്പിക്കാൻ തുടങ്ങിയാൽ ആമേ സ്വതം ദേശം വിടുവിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ സംഭവിക്കണം. ഞാൻ ആ പദം ഒന്ന് നിന്ന് ചിന്തിച്ചെന്നേ മാത്രമേ ഉള്ളൂ. ആമേ, നമ്മുടെ മുമ്പിൽ സമയം പോരാ എങ്കിൽ അടുത്ത 1-2 കാര്യം കൂടെ പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. ആമേ, സ്തോത്രം. ബി കഷ്ട അനുഭവ കാഴ്ച. 19-ാം അധ്യായം അത് 29 മുതൽ ചില വാക്യങ്ങൾ, 23 അതിൻ്റെ 56 വാക്യങ്ങൾ. അടുത്ത് സി ക്രൂശീകരണം, 23-ാം അധ്യായം 26 മുതൽ 46 വരെ. അടുത്ത എ പുനരുത്ഥാനം മുതൽ സ്വർഗാരോഹണം വരെ. പുനരുത്ഥാനം മുതൽ സ്വർഗ ആരോഹണം വരെ 24-ന്റെ 1 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ബി ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യേകതകൾ, 24-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഈ ലൂക്കോസ് സുവിശേഷത്തിൻ്റെ ഇന്ന് ചില പേരുകൾ കൂടെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിവിടെ മാർക്കോസിൽ നമ്മൾ എഴുതിയല്ലേ? മാർക്കോസിൽ പേര് വെളിപ്പെടുത്താത്ത വ്യക്തികളെ കുറിച്ച് എഴുതിയല്ലോ മാർക്കോസ്, അല്ലേ? അപ്പോൾ ലൂക്കോസ് എഴുതിയില്ലല്ലോ. പേര് വെളിപ്പെടുത്താത്ത വ്യക്തികൾ എഴുതിയോ? ഇല്ല. എഴുതിയോ ആരെങ്കിലും? ഇല്ല. ലൂക്കോസിൽ പേര് വെളിപ്പെടുത്താത്ത വ്യക്തികൾ ഇല്ല. ഓക്കെ. പേര് വെളിപ്പെടുത്താത്ത വ്യക്തികൾ, പുതിയ നിയമത്തിൽ പേര് വെളിപ്പെടുത്താത്ത വ്യക്തികൾ, അത് ലൂക്കോസ്. മാർക്കോസ് എഴുതി, മത്തായി മാർക്കോസ് എഴുതി, ലൂക്കോസ് എഴുതിയില്ല. ആമേൻ. കേൾക്കുന്നുണ്ടോ? ഇല്ല. കേൾക്കാൻ പറ്റുന്നോ? ഓക്കെ. ലൂക്കോസ് സുവിശേഷം 7:41 കടം കൊടുക്കുന്നവൻ. അടുത്ത് ലൂക്കോസ് 10:36 നല്ല ശമരിയക്കാരൻ.
ലൂക്കോസ് 11:5 മുതൽ 11 വരെ. സ്നേഹിതൻ. ലൂക്കോസ് 12:16. ധനവാനായ മനുഷ്യൻ. 12:46. ബുദ്ധിമാനായ ദാസൻ. 14:7. ക്ഷണിക്കപ്പെട്ടവർ. 14:7 ക്ഷണിക്കപ്പെട്ടവർ. 14:28 പണിയുന്നവൻ. 15-ാം അധ്യായം. സ്നേഹിതനായ പിതാവും 2 മക്കളും. 16:1 മുതൽ 13 വരെ. കാര്യ വിചാരന്മാർ. 18:10. പരീശൻ. 18:10 ചുങ്കക്കാരൻ. 2:8 ആട്ടിടയൻ. 7:12 വിധവയുടെ മകൻ. 10:1 70 ശിഷ്യന്മാർ. 14:2 മഹാനായ ഒരു മനുഷ്യൻ. 17:12 10 കുഷ്ഠരോഗികൾ. 19:12 കുലീനനായ ഒരു മനുഷ്യൻ. 18:10 പരീശരനും ചുങ്കക്കാരനും. 24:13 പേര് പറയാത്ത ശിഷ്യൻ. ഓക്കെ, ഇത്രയാണ് ലൂക്കോസ് സുവിശേഷത്തിൽ പേര് വെളിപ്പെടുത്താത്ത വ്യക്തികൾ. ഏകദേശം ഒരു 50 പേജോളം ഉണ്ട്. 50 പേജ്. പുതിയ നിയമത്തിൽ മാത്രമുള്ള 50 പേജുണ്ട്. പേരുകളുടെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവും പേര് വെളിപ്പെടുത്താത്തവരും ആമേൻ അങ്ങനെയുള്ള ഓരോ പേരിൻ്റെയും ആമേൻ ഒരു 20ഓളം അർത്ഥങ്ങൾ വരുന്ന ഏകദേശം ഒരു 50-55 പേജ് ഉണ്ട്. അത് ഈ ക്ലാസ്സിൽ കൂടെ എഴുതിയാൽ പറ്റില്ല. ഞാൻ പ്രിന്റ് എടുത്ത് തരാം. സ്വതന്ത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ശരി, ലൂക്കോസ് സുവിശേഷം കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്ന്, ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ എന്ത് പഠിച്ചു? എഴുത്തുകാരെ പറ്റി പഠിച്ചു, എഴുതിയ കാലഘട്ടം പഠിച്ചു, പ്രധാന വാക്യങ്ങൾ പഠിച്ചു, പ്രധാന അധ്യായം പഠിച്ചു, പ്രധാന സ്ഥലങ്ങൾ പഠിച്ചു, പ്രധാന വ്യക്തികളെക്കുറിച്ച് പഠിച്ചു, ചോദ്യങ്ങൾ പഠിച്ചു, പ്രവചനങ്ങൾ, നിറവേറിയതും നിറവേറാത്തതുമായ പ്രവചനങ്ങളുണ്ട്. എത്രാമത്തെ പുസ്തകമെന്ന് പഠിച്ചു? എത്രാമത്തെ പുസ്തകമാ? 42-ാമത്തെ പുസ്തകം അല്ലേ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ സുവിശേഷം എഴുത്തുകാരൻ സെബദിയുടെ മകനും യാക്കോബിന്റെ സഹോദരനുമായ യോഹന്നാൻ. സെബദിയുടെ മകനും യാക്കോബിന്റെ സഹോദരനുമായ യോഹന്നാനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. എഴുതിയ കാലഘട്ടം AD 90. പ്രധാന വാക്യങ്ങൾ 1:11 മുതൽ 13 വരെ. ഒന്നിൻ്റെ 11 മുതൽ 13 വരെ, 20-ന്റെ 30, 31, 20-ന്റെ 30, 31. പ്രധാന അധ്യായം 3-ന്റെ 15. പ്രധാന അധ്യായം 3-ന്റെ 15. അവിടെ ഇങ്ങനെയാണ് ആ വാക്യത്തിൻ്റെ: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം എങ്ങനെയാണ്? അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഇതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും പരമപ്രധാനമായ വാക്യം. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിൻ്റെ മാസ്റ്റർ കുറച്ച് വെച്ചു. എനിക്ക് സൗണ്ട് കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ താങ്ങുന്നില്ല ഇതിൽ. സ്വതന്ത്രം. ആമേൻ. പ്രധാന സ്ഥലങ്ങൾ യഹൂദ. 1 യഹൂദ, 2 ശമരിയ, 3 ഗലീല, 4 ബഥാനിയ, 5 ജെറുസലേം. പ്രധാന സ്ഥലങ്ങൾ: 1 യഹൂദ, 2 ശമരിയ, 3 ഗലീല, 4 ബഥാനിയ, 5 യെരുശലേം. സത്യവേദ പുസ്തകത്തിലെ 43-ാമത്തെ പുസ്തകമാണ്. 43-ാമത്തെ പുസ്തകം സത്യവേദ പുസ്തകത്തിൽ 43-ാമത്തെ പുസ്തകം. അധ്യായങ്ങൾ 21 അധ്യായങ്ങൾ. വാക്യങ്ങൾ 876. ചോദ്യങ്ങൾ 167. നിവൃത്തിയായ പഴയ നിയമ പ്രവചനങ്ങൾ 815. നിവൃത്തിയാകാത്ത പുതിയ നിയമ പ്രവചനങ്ങൾ 85. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 7.
ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു യോഹന്നാനേക്കാൾ, ഹെഡിങ് ക്രിസ്തു യോഹന്നാനേക്കാൾ. ജഡം ധരിച്ച് ദൈവപുത്രന്റെ ദൈവത്വത്തെ തെളിയിക്കുന്നു. നമ്മുടെ വിനീത സിസ്റ്റർ എന്താണ് മനസ്സിലായില്ലേ? ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജഡം ധരിച്ചു ദൈവപുത്രന്റെ ദൈവത്വത്തെ തെളിയിക്കുവാൻ തിരുവെഴുത്തിലുള്ള ഏറ്റവും ശക്തമായ തെളിവുകൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ 9-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. 9-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി ശീലോഹം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. നോയിക്കേ, കർത്താവ് ജഡം ധരിച്ചു. 100% ദൈവവും 100% മനുഷ്യനുമായിരുന്നു നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു. പ്രൈസ് ദി ലോർഡ്. 100% ദൈവവും 100% മനുഷ്യനും. ശകലം പോലും വ്യത്യാസമില്ല. വളരെ ശക്തമായി വേദപുസ്തകം വിളിച്ചു പറയുന്നു, 100% ആമേൻ, എല്ലാ തലത്തിലും കർത്താവ് മനുഷ്യൻ തന്നെ. സ്തോത്രം. തെളിയിക്കുന്ന വാക്യമാണ്. നോക്കിയേ, യേശു എന്ന് പേരുള്ള മനുഷ്യൻ. അവിടെ ആമേൻ വേറെ ഒന്നും അവിടെ പറഞ്ഞില്ല, ഒരു മനുഷ്യൻ എന്നാ പറഞ്ഞേ. കണ്ടോ, മനുഷ്യത്വം, മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. എന്താ അവിടെ ചെയ്തേ? പലരെ പല നിലയിൽ കർത്താവ് സൗഖ്യമാക്കി. നമുക്കറിയാം, പല നിലയിൽ സൗഖ്യമാക്കി. പക്ഷെ ഒരു കാര്യം പറയുക, തുപ്പൽ, ചിലരെ കർത്താവ് തുപ്പി സൗഖ്യമാക്കി. തുപ്പൽ നിലത്തു തുപ്പിയിട്ട് ചേറുണ്ടാക്കി അതിനെ കണ്ണിൽ പൂശി സൗഖ്യമാക്കി. ആമേൻ, ആമേൻ. 3, ചേറുണ്ടാക്കി കണ്ണിൽ തേച്ചിട്ട് ശീലോവാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. ആമേൻ. ഈ കുളത്തെപ്പറ്റി പഠിക്കുമ്പോൾ ഒരു ഭയങ്കര ആമേൻ വിശാലമായ ഒരു പഠനം തന്നെ അതിനകത്ത് നമുക്ക് കാഴ്ചവെക്കുവാനുണ്ട്. ആമേൻ, സ്തോത്രം. ഇത് പറഞ്ഞു വന്നപ്പോൾ നേരത്തെ നമ്മൾ നേരത്തെ നമ്മൾ ലൂക്കോസിൽ പഠിച്ചതിൽ ആമേൻ ഒരു കാര്യം കൂടെ അതിനകത്ത് ഞാൻ പറയട്ടെ. സ്തോത്രം. ഒരു കാര്യം പറയാം. ആമേൻ, ഒരു കാര്യം പറയട്ടെ. അതിനകത്ത് നമുക്കൊരു കാര്യം കാണുന്നുണ്ട്. ശീലോവാം കുളത്തിലെ ആമേൻ ഗോപുരം വീണ് ആളുകൾ മരണമടഞ്ഞു. ഈ ശീലോവാം കുളത്തിൽ എന്തുണ്ടായിരുന്നു? ഗോപുരം ഉണ്ടായിരുന്നു. ഈ ഗോപുരം എന്ത് ചെയ്തു? വീണ് ജനങ്ങൾ മരിച്ചു. 13-ാമത്തെ അധ്യായം, ലൂക്കോസ് 13-ന്റെ 4-ാമത്തെ വാക്യമാണ്. ഈ കുളത്തിന്റെ കരയിൽ കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഈ ഗോപുരം എന്ത് ചെയ്തു? ഒരു സമയത്ത് ഗോപുരം മറിഞ്ഞ് ഈ അവിടെ കിടന്ന രോഗികൾ അല്ലെങ്കിൽ ഒത്തിരി ജനം ആ കുളത്തിന്റെ കരയിൽ കിടപ്പുണ്ട്. ഈ കുളത്തിന്റെ കരയിൽ കിടന്ന വ്യക്തികളുടെ മണ്ടയ്ക്കൂടെ ഇത് മറിഞ്ഞു വീണ് 100 കണക്കിന് ജനം അന്ന് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. മറന്നുപോയത് 13-ാം അധ്യായത്തിന്റെ ആമേൻ 4-ാമത്തെ വാക്യമാണ്. നിങ്ങൾ വായിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത അതിന്റെ 13-ന്റെ 11-ഉം അതിന്റെ 11-ഉം 12 വാക്യം കൂടെ നിങ്ങൾ വായിച്ചോളണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിക്കേ, അവിടെ ആ ഒരു സ്ത്രീ എത്ര വർഷം കൊണ്ടെന്നറിയാമോ? എത്ര വർഷം
കഠിനമായി നോക്കിയേ സ്ത്രീയെ സൗഖ്യമാക്കി 18 സംവത്സരം. അവിടെ 18 സംവത്സരം ഏതാ? ഈ ശീലോം കുളത്തിന്റെ കരയിൽ കിടക്കുന്ന വ്യക്തി 18 വർഷം. എന്നാൽ ബെഥസ്ദ കുളത്തിന്റെ അവിടെ കിടന്ന വ്യക്തി എത്ര വർഷം? 38 വർഷം. അവിടുത്തെ ഗോപുരം ഇളകി വീണില്ല, ഇവിടുത്തെ ഗോപുരം ഇളകി വീണ് മനുഷ്യർ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ. അപ്പോ ഈ നമുക്ക് നമ്മുടെ തുപ്പൽ തന്നെ ഭയങ്കര പാടാ അല്ലേ? അപ്പോ വേറൊരാൾ തുപ്പിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നിൽക്കും. അപ്പൊ നമ്മുടെ തുപ്പലല്ലേ? ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചിലരുടെ വാക്യത്തൊക്കെ സ്തോത്രം ഈ ഇവിടെ കൊമ്പ് പോലെ കാണും. ചിലർ ഇങ്ങനെ കൊമ്പ് പോലെയൊക്കെ ഇങ്ങനെ മീശയൊക്കെ വെച്ച്, മീശയില്ലാത്ത സഹോദരിമാരെ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ മീശയൊക്കെ വെച്ച് ഇങ്ങനെ കാണുന്ന ഇവിടെ ഇങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ മീശകൾ പല നിലയിലൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ ചിലരൊക്കെ എഴുതിച്ച് അതേപോലെ ഇങ്ങനെ പോരുന്നത് കാണുന്നത് നോക്കുമ്പോൾ നമ്മൾ പേടിച്ചു. കാരണം ആ രാത്രിയുള്ള വിസർജനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആമേ സ്തോത്രം. അപ്പോൾ ഇന്നും അത് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേ ഇന്നും അത് ചില പ്രായം ഉണ്ടെങ്കിലും പ്രായം ഇല്ലെങ്കിലും എല്ലാവർക്കും അത് കാണുന്നുണ്ട്. പക്ഷേ എണീറ്റോടെ ആദ്യം ചെയ്യുന്നത് എവിടെ? ബാത്റൂം. കണ്ണും തപ്പിയാണ് പോകുന്നത്. കണ്ണു തുറക്കാൻ പറ്റില്ലല്ലോ. കണ്ണും തപ്പിയൊക്കെയാണ് ബാത്റൂമിൽ പോയി പെട്ടെന്ന് വായു മുഖം കഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ആമേൻ അന്ന് ഈ തുപ്പൽ എന്ന് പറഞ്ഞ നിന്നയാണ്. ശ്രദ്ധിക്കണം, നിന്നയാണ് തുപ്പൽ. ഈ നിന്ന ആമേൻ കിട്ടിയപ്പോൾ ഓടിയെങ്കിൽ വിടുതൽ കിട്ടത്തില്ലായിരുന്നു. സ്തോത്രം. നിന്ന് കിട്ടിയപ്പോൾ ഓടിയെങ്കിൽ അയ്യോ തുപ്പലല്ലേ വേണ്ട എന്ന് പറഞ്ഞ് ഓടിയെങ്കിൽ അവരൊരിക്കലും വിടുതൽ കിട്ടത്തില്ല. ദൈവ പൈതലേ, ഇതൊരു ആലോചനയാണ്. പക്ഷെ ദൈവം തുപ്പിയതിൻ്റെ പിന്നാലെ ഒരു കൈവയ്പൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തുപ്പിയതിൻ്റെ പിന്നാലെ എന്തുണ്ടായിരുന്നു? ഒരു കൈവയ്പ്. അപ്പൊ തുപ്പൽ എന്താ? നിന്നയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ നിന്ദിച്ച അതേ സ്ഥലത്ത് എന്താണ്? മാനിക്കുന്ന ഒരു ദൈവം. എത്ര ഭയങ്കരമല്ലേ? ചിലതൊക്കെ ആമേൻ ചില വിഷമങ്ങൾ വരുമ്പോ ആമേൻ സ്തോത്രം, ഞാൻ ആരെന്നറിയാമോ? എടാ അദ്ദേഹത്തിന് എന്നെ അറിയില്ല അദ്ദേഹം ആരാണെന്ന്. നമുക്കെന്നെ അറിയാം ആരാണെന്ന്. ചില ചോദിക്കാറുണ്ട്, ഞാൻ ആരെന്നറിയാമോ? അയ്യോ എനിക്കറിയത്തില്ല. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ മേയർ കാണിച്ച പരിപാടി കണ്ടോ? ഓടിയ ബസ്സിന് നടുവെ കുറുകെ കൊണ്ട് പിടിച്ചിട്ട് ആമേൻ ഞാൻ ആരെന്നറിയാമോ? ഡ്രൈവർ പറയും എനിക്ക് നിങ്ങളെ അറിയില്ല. സ്തോത്രം. അപ്പോൾ അതുപോലെ ചിലരൊക്കെ ചോദിക്കും ഞാൻ ആരെന്നറിയാമോ? ആമേൻ. അപ്പോൾ നോക്കിക്കൊള്ളണം, ഈ ഒരു കാര്യം നോക്കിയേ. അദ്ദേഹം ഓടിയിരുന്നെങ്കിൽ കർത്താവ് തുപ്പിയതൊന്നും കോടീശ്വരന്മാരെയൊന്നും അല്ല, സാധാരണക്കാരിൽ നിന്നും സാധാരണക്കാരെയാ. പക്ഷെ ഒരു മനുഷ്യൻ മാത്രം കുറച്ച് വേല കാണിച്ചു. ആമേൻ സ്തോത്രം. എലിശയുടെ അടുത്തേക്ക് കടന്നു വന്ന ഒരു നയമാനായ ഒരു മനുഷ്യൻ. അവൻ ആരായിരുന്നു? കുഷ്ഠരോഗിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞേ? നീ പോയി യോർദാനിൽ എന്ത് ചെയ്യണം? 7 പ്രാവശ്യം ആ കുളത്തിൽ പോയി എന്ത് ചെയ്യണം? നീ ആറ്റിൽ പോയി എന്ത് ചെയ്യണം? മുങ്ങണം. പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ലെങ്കിൽ നീ വയ്ക്കോ. പ്രൈസ് ദി ലോർഡ്. ആ പെൺകുട്ടിയോട് അങ്ങനെയല്ലോ പറഞ്ഞത്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ചിന്തിക്കണം, പ്രവാചകൻ പറയുന്നു പോയി മുങ്ങാൻ. പ്രവാചകൻ പറയുന്നത് കേട്ടത് കൊണ്ട് 6 പ്രാവശ്യം മുങ്ങിയിട്ടും അവൻ ഒരു സൗഖ്യവും വന്നില്ല. ആമേൻ. അടുത്ത് പറയുക ഞാൻ ഇനി മുങ്ങത്തില്ല. മുങ്ങിയില്ലെങ്കിൽ നീ കയറിപ്പോ. എന്തായാലും അദ്ദേഹം പറഞ്ഞല്ലേ ഒന്നുകൂടെ മുങ്ങിക്കളയാം. ഒരു മുങ്ങലല്ലേ ഉള്ളൂ. പക്ഷെ ആ മുങ്ങലില് അവൻ പൊങ്ങിയപ്പോൾ അവന്റെ ശരീരം എങ്ങനെ ആദ്യമായിരുന്നു അതിനേക്കാൾ സൗന്ദര്യമുള്ള ഒരു ശരീരം ദൈവം അവന് കൊടുക്കാനിടയായി. കേൾക്കാമോ ഞാൻ പറയുന്നത്? സ്തോത്രം. ഇപ്പൊ ഏറെക്കുറെയൊക്കെ ശരിയായി. ഞാൻ ഇതിൽ കൂട്ടിയാ വെച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് എൻ്റെ സൗണ്ട് ഉണ്ടായപ്പോഴേ എനിക്കൊരു 500-600 വാട്ടുണ്ട്. അതുകൊണ്ട് ഇത് താങ്ങുന്നില്ല. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വായിച്ചു വന്ന വാക്യം 9:11 നോക്കിക്കേ. അടുത്ത് എഴുതിക്കോ. അടുത്ത് തന്നെയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. സ്തോത്രം. തന്നെയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. 6:69 വാക്യം. 6:69. ഇന്ന് 6-ാം അധ്യായമാണ് ചിന്തിച്ചത്. ഇന്ന് ഞാൻ രാവിലെ ചിന്തിച്ചത് 6-ാമത്തെ അധ്യായമാണ് ചിന്തിച്ചത്. ആമേ. പരമപ്രധാനമായ ഒരു അധ്യായമാണ്. ആമേ. 6-ാമത്തെ അധ്യായം. 6:69 ഇങ്ങനെ വായിക്കുന്നു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ആമേൻ. നോക്കിക്കേ, അവിടെ പറയുന്നത് നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മൾ വിശ്വസിക്കണം. ആമേൻ. നമ്മൾ പറയണം
ചിലത് നമ്മൾ ചെയ്യാൻ ദൈവം നമ്മുടെ കരങ്ങളെ ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം നമ്മൾ കരങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം നിറയ്ക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനകത്ത് കർത്താവ് ഇറങ്ങി നിൽപ്പുണ്ട് ചില കുടുംബത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിച്ചു കൊടുക്ക കർത്താവിൻ്റെ ദാസനെ, ഏൽപ്പിച്ചു കൊടു. അവിടെ നോക്കിക്കേ. ആമേൻ. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. ആമേൻ. 6:69. ആമേൻ. അടുത്ത് എഴുതിക്കോ. ഈ പുസ്തകം സാക്ഷ്യം വഹിക്കുന്നു 1 മുതൽ 12 വരെ അധ്യായങ്ങളിൽ 1 മുതൽ 12 വരെ അധ്യായങ്ങളിൽ ഗ്രന്ഥകാരൻ വിവരിച്ചിരിക്കുന്നു. 7 അടയാളങ്ങളും ഞാൻ ആകുന്നു എന്ന് യേശുവിൻ്റെ 7 പ്രസ്താവനകളും ഞാനാകുന്നു എന്ന് യേശുവിൻ്റെ 7 പ്രസ്താവനകളും 5-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം മുതൽ 40-ാമത്തെ വാക്യങ്ങളിൽ കാണുന്നു. 5-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം മുതൽ 40-ാമത്തെ വാക്യങ്ങളിൽ കാണുന്നു. 5 സാക്ഷികളും യേശുവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്നവയാണ്. പ്രൈസ് ദി ലോർഡ്. 5-ന്റെ 30-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കപ്പെടുമ്പോൾ അതിനകത്ത് ആമേൻ ചില കാര്യങ്ങൾ ആമേൻ അവിടെ വിളിച്ചു പറയുക. ഒന്ന് വായിക്കാമോ? 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ഒരാളിന്? എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളതാകുന്നു. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല. എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു. അവൻ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യം എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്രേ ഇത് പറയുന്നത്. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിക്കുവാൻ ഇച്ഛിച്ചു. എനിക്ക് യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിക്കുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. പിതാവ് എന്നെ അയച്ചുവെന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. എന്നെ അയച്ച പിതാവ് താനും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ പുസ്തകത്തിലെ ആദ്യത്തെ അത്ഭുതം നമുക്കറിയാം അല്ലേ? ആദ്യത്തെ അത്ഭുതം എന്താ? ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ എന്ത് ചെയ്തു? വീഞ്ഞാക്കി. യേശു അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തത്. യേശു അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തത് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. 2:11. ഒന്നിന്റെ 45 ഒന്ന് വായിക്കാം. 1:45. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. മതി. പ്രൈസ് ദി ലോർഡ്. അടുത്ത് 3:13. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും സ്വർഗത്തിൽ ഇരിക്കുന്നവനും ആണ്.
സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനും സ്വർഗത്തിൽ ഇരിക്കുന്നവനുമാണ്. 3:13. അടുത്ത് എഴുതിക്കൊള്ളണേ. ഹെഡിങ് സുവിശേഷം ഒരു അവലോകനം. യേശു ഇസ്രായേലിന്റെ മശികയും ദൈവത്തിന്റെ പുത്രനും ആകുന്നു. എന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട തെളിവുകൾ ഈ 4-ാമത്തെ സുവിശേഷത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു. 7 അടയാളങ്ങൾ. 2-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ. 2-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ. 4-ന്റെ 46 മുതൽ 52 വരെ. 4-ന്റെ 46 മുതൽ 52 വരെ. 5-ന്റെ 2 മുതൽ 18 വരെ. 6-ന്റെ 1 മുതൽ 15 വരെ. 6-ന്റെ 16 മുതൽ 21 വരെ. 9-ന്റെ 1 മുതൽ 41 വരെ. 11-ന്റെ 1 മുതൽ 46 വരെ. 7 സംഭാഷണങ്ങൾ. 3-ന്റെ 1 മുതൽ 21 വരെ. 4-ന്റെ 4 മുതൽ 42 വരെ. 5-ന്റെ 19 മുതൽ 47 വരെ. 6-ന്റെ 22 മുതൽ 59 വരെ. 7-ന്റെ 37 മുതൽ 42 വരെ. 8-ന്റെ 12 മുതൽ 30 വരെ. 10-ന്റെ 1 മുതൽ 21 വരെ. 21 വരെ എന്നിവ മുഖാന്തരം യേശു തൻ്റെ യഥാർത്ഥ ആളത്വം വെളിപ്പെടുത്തി. ആദ്യത്തത് എ എന്നിട്ടിട്ട് രണ്ടാമത്തത് ബി. ഞാനാകുന്നു എന്ന് 7 പ്രസ്താവനകൾ. 6-ന്റെ 35. 8-ന്റെ 12. 10-ന്റെ 7. 10-ന്റെ 11. 11-ന്റെ 25. 14-ന്റെ 6. 15-ന്റെ 1.
സി, യേശു ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റത് താൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു 20:31. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പറയപ്പെട്ട വാക്യങ്ങൾ ഏതെങ്കിലും കിട്ടാൻ വന്നിട്ടുണ്ടോ?